ജൂലൈ 10 ബുധനാഴ്ച. മത്തായി 10 അധ്യായം 1 മുതൽ 7 വരെ വാക്യങ്ങൾ. ഇന്നലെ ഞങ്ങൾ മേഘാലയയിലെ നോൺഗസ്റ്റോയിൻ രൂപതയിലെ ജെയ്ദോ എന്ന ഒരു ഗ്രാമത്തിൽ പോയിരുന്നു. മേഘാലയയുടെ തലസ്ഥാനമായ ഷിലോങ്ങിൽ നിന്ന് ഏകദേശം 91 കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥലം. ജെയ്ദോയിൽ ഏതാണ്ട് 140 കത്തോലിക്ക കുടുംബങ്ങളുണ്ട്. എല്ലാവരും തന്നെ കൃഷിക്കാരാണ്. ചുറ്റും കുന്നും മലയുമാണ്. അവിടെ ഒരു ദേവാലയമുണ്ടെങ്കിലും ദിവ്യബലി എല്ലാ ദിവസവും ഇല്ല. ആണ്ടിൽ വല്ലപ്പോഴുമാണ് അവർക്ക് ഒരു കുർബാന ലഭിക്കുന്നത്. ദിവസവും കുർബാന വേണമെങ്കിൽ 14 കിലോമീറ്റർ അകലെയുള്ള ഇടവക പള്ളിയിൽ പോകണം. വൈദികരുടെ അഭാവം തന്നെയാണ് പ്രധാന കാരണം. എന്നാൽ വിശ്വാസികൾ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ ഒരുമിച്ച് കൂടും. അവിടെ പ്രാർത്ഥനയും ആരാധനയും നടക്കും. കഴിഞ്ഞ 10 വർഷമായിട്ട് അവിടെ ചെന്നൈയിലുള്ള സെൻറ് ആൻസ് കോൺവെൻറ്റിലെ സിസ്റ്റേഴ്സ് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നുണ്ട്. അവർക്കും വല്ലപ്പോഴുമേ കുർബാന ലഭിക്കുന്നുള്ളൂ. എല്ലാ ദിവസവും യൂട്യൂബിൽ ആണ് അവർ കുർബാന പങ്കെടുക്കുന്നത്. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് യേശുനാഥൻ തൻ്റെ അപ്പോസ്തലന്മാരായി 12 പേരെ പേരെടുത്ത് വിളിക്കുന്നതായി കാണാം. കർത്താവിൻ്റെ ദൗത്യത്തിൽ പങ്കാളികളാകാനാണ് അവിടുന്ന് അവരെ ക്ഷണിച്ചത്. ഇത് തന്നെയാണ് ഇന്ന് സഭയുടെ ദൗത്യം. എല്ലാ യുഗത്തിലും എല്ലാ സമയത്തും സഭയുടെ ദൗത്യം യേശുവിനെ പോലെ രോഗികൾക്ക് ആശ്വാസം നൽകുക, അവരെ ശുശ്രൂഷിക്കുക, പാപികളോട് കരുണ കാണിക്കുക, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള സദ്വാർത്ത അറിയിക്കുക എന്നതാണ്. 12 പേരെ പേരെടുത്ത് വിളിച്ചതുപോലെ കർത്താവ് ഇന്ന് നമ്മെയും വിളിക്കുകയാണ്, സുവിശേഷ സാക്ഷ്യം നൽകാനായി. നമ്മളോടും അവിടുന്ന് ആവശ്യപ്പെടുന്നത് ശിഷ്യന്മാരുടെ ആ ദൗത്യം തന്നെയാണ്. ദൈവരാജ്യത്തിൻ്റെ പ്രതീകങ്ങളായ ദൈവത്തിൻ്റെ അളവില്ലാത്ത സ്നേഹവും കരുണയും നമ്മൾ ആയിരിക്കുന്നിടത്ത് അവിടെയുള്ളവർക്ക് നൽകുവാൻ നമുക്കും കടമയുണ്ട്. ഇത് ഞാൻ സ്വീകരിച്ച ഓരോ വ്യക്തിയുടെയും ഒരു അവകാശവും കടമയുമാണ്. സമൂഹത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് പോയി അവരെ കർത്താവിൻ്റെ ആലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക, അതാണ് നമ്മുടെ ചുമതല. പ്രിയപ്പെട്ടവരെ, മേഘാലയയിലെ ഈ ജെയ്ദോ പോലുള്ള പ്രദേശങ്ങളിൽ പോയി സുവിശേഷ വേല ചെയ്യാൻ ധാരാളം യുവതീവാക്കന്മാർ മുന്നോട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം ജെയ്ദോ, മേഘാലയ.